അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈലത്തുൽ ഖദ്ർ എന്ന വിഷയത്തിൽ 3 ക്ലിപ്പുകൾ ഇതിന്റെ മുമ്പ് ഈ ചാനലിൽ വിട്ടിട്ടുണ്ട്. ആ 3 ഭാഗങ്ങളും കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. ഇത് 4ാമത്തെ ഭാഗമാണ്. ലൈലത്തുൽ ഖദ്ർ സൂചിപ്പിച്ചുകൊണ്ട് വന്ന ഹദീസുകളും ചരിത്ര സംഭവങ്ങളുമെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈലത്തുൽ ഖദ്ർ എന്തിന് എന്നതാണ് നമ്മുടെ ചാനലിന്റെ ആ ഹെഡിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മുഴുവനുമായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉബൈദ് ഇബ്നു ഇമ്രാൻ എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല, അവർ പറയുകയാണ്, കുന്തു അലാ സഫീറത്തിൽ ബഹരി ലൈലത്തൻ, ഞാൻ സമുദ്രത്തിന്റെ വക്കത്ത് ഇരിക്കുകയായിരുന്നു രാത്രി. ഫജലസ്തു ലിൽ വുളൂഇ ബിമാഇൽ മിൽഹി, അങ്ങനെ സമുദ്രത്തിലുള്ള ഉപ്പുവെള്ളം കൊണ്ട് ഞാൻ ഉളൂടുക്കുവാൻ വേണ്ടി ഒരുങ്ങി. ഫൈദ അഖദതു മിനൽ മായി ഉർഫതൻ ബിയദി, എന്റെ കൈ കൊണ്ട് ഞാൻ ഒരു മുറുക്ക്, ആ ഒരു കൈ നിറയുള്ള വെള്ളം മുക്കിയെടുത്തു. എന്നിട്ട് വദഖതു, ആ വെള്ളം ഞാൻ രുചിച്ചു. ഫകാന കുല്ലു മാഇൽ ബഹരി അദബുൻ, അപ്പോൾ ആ സമുദ്രത്തിലുള്ള എല്ലാ വെള്ളവും നല്ല വെള്ളമായി. ഫതഅജ്ജബതു, ഉപ്പിന്റെ രുചിയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. വറജഅതു ഫിൽ മക്ക, ഞാൻ മക്കയിലേക്ക് തിരിച്ചു ചെന്നപ്പോ ഫഖുൽതു ലി ഉസ്മാന, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ ഒരു സഹാബി, അവരോട് ഞാൻ പറഞ്ഞു, മാ മള അലയ്യ, എനിക്ക് സംഭവിച്ച എന്റെ അനുഭവം ഞാൻ വിവരിച്ചു കൊടുത്തു. വഖാല ലി, അപ്പോൾ എന്നോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഇസ്മഇ യാ ഉബൈദ്, ഉബൈദ്, നിങ്ങൾ കേൾക്കുക, വസാഅത്തും മിൻ ലൈലത്തിൽ ഖദ്രി ഫീ 27 മിൻ റമളാൻ, റമളാനിന്റെ 27 അത് ലൈലത്തുൽ ഖദ്റിൽ നിന്നുള്ള ഒരു സമയമാണ്. ഫമൻ നഖമഹ, നിങ്ങൾക്ക് അനുഭവപ്പെട്ട ആ സമയത്ത് ആരെങ്കിലും നമസ്കരിച്ചാൽ ഫഖദ് അഹിയ അൽഫ ലൈലത്തിൻ മിൻ ഗൈരി, 1000 രാത്രി ഹയാത്താക്കിയവനെ പോലെയാകും. ഫമൻ നഖമഹ, ആ ഒരു രാത്രി ഒരാളെ ഹയാത്താക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ ഒരു അടയാളമാണ് എന്നവര് പറഞ്ഞു എന്നത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. അത് അറിയിക്കുക എന്ന് മാത്രമാണ് ഇത് ഉദ്ധരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഇദാ കാന ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് കഅബയുടെ മുകളിൽ ഒരു പ്രത്യേകമായ കൊടി നാട്ടും. കൊടി കൊടുന്ന് നാട്ടൊന്നും നമുക്ക് കാണൂല കേട്ടോ, കാരണം മലായിക്കത്തിന്റെ ആലം അത് വേറൊരു ആലമാണ്. അവരെ കാണാത്തതുപോലെ അവർ കൊടി വെക്കുന്നതും കാണുകയില്ല. വലഹു 70 ജനായിൽ 70,000 ചിറകുകൾ ഉണ്ടാകും. ആർക്ക്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. അത് പല റിപ്പോർട്ടിൽ പലത് പറഞ്ഞിട്ടുണ്ട്. 300 ചിറകുകൾ എന്ന് വേറെ കാണാൻ സാധിക്കും. ഇവിടെ 70, 100 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് 2 ചിറകുകൾ ലാ യൻസുറുഹാ ഇല്ലാ ഫീ ലൈലത്തുൽ ഖദ്രി, ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ നിവർത്തുക തന്നെ ലൈലത്തുൽ ഖദ്റിൽ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് മശ്രിഖ് മഗ്രിബിനെ അത് വിട്ടുകിടക്കും. അങ്ങനെയുള്ള വലിയ 2 ചിറകുകൾ. അങ്ങനെ ഇസ്ലാമിന്റെ സമുദായമായ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ മലക്കുകൾ ഇറങ്ങും. വയുസല്ലിമുന അലാ കുല്ലി ഖായിമിൻ വഖായിദിൻ,
നിൽക്കുന്നതും ഇരിക്കുന്നതുമായ എല്ലാവരോടും ആ മലക്കുകൾ സലാം പറയും, മുസാഫഹത്ത് നടത്തും. മുഅ്മിനീങ്ങളുടെ ദുആക്ക് അവർ ആമീൻ പറയും. ഹത്താ യത്ലഅൽ ഫജ്റു, ഫജ്ർ ഒളിവാകുന്നത് വരെ. ഫൈദാ തറഅൽ ഫജ്റു, ഫജ്ർ ഒളിവായാൽ നാദാ ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, യാ മഅ്ശറൽ മലായിക അർറഹീൽ അർറഹീൽ, മലക്കുകളുടെ സംഘമേ നിങ്ങൾ ആകാശത്തേക്ക് തന്നെ യാത്ര പോവുക. ഫയഖൂലുൽ മലായികത്തു യാ ജിബ്രീലു, അപ്പോൾ മലക്കുകൾ ചോദിക്കുമെന്നാണ്, ജിബ്രീലേ, മാ സനഅല്ലാഹു ഫി ഹവായിജിൽ മുഅ്മിനീന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള, തങ്ങളുടെ ഉമ്മത്തിൽ നിന്നുള്ള മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആല എന്താണ് ചെയ്തത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഇന്നല്ലാഹ നളറ ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുകയും വഅഫ അൻഹും, അവരെ തൊട്ട് അല്ലാഹു മാഫ് ചെയ്യുകയും വഗഫറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇല്ലാ തസ്അതൻ, 9 വിഭാഗങ്ങൾ ഒഴികെ. ലൈലത്തുൽ ഖദറിന്റെ രാവിന് പോലും അല്ലാഹു പുറത്തു കൊടുക്കാത്ത 9 വിഭാഗം. ഒന്ന് മാനിഉ സക്കാത്ത്, സക്കാത്ത് നിർബന്ധമായിട്ടും സക്കാത്ത് നൽകാത്തവൻ. 2, ഒരു കാരണവും കൂടാതെ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊന്നവൻ. 3, കുടുംബബന്ധം മുറിച്ചവൻ. 4, ഖബർസ്ഥാനിയിൽ നിന്ന് പൊട്ടിച്ചിരിച്ചവൻ. 5, ഏഷണിക്കാരൻ. 6, ളാലിം, അക്രമി. 7, താരിഖുസ്സലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ. 8, പരസ്പരം പിണങ്ങി നിൽക്കുന്നവൻ. 9, കള്ള് കുടി പതിവാക്കിയവൻ. 10, മാതാപിതാക്കളെ ഉറപ്പിച്ചവൻ. ഇങ്ങനെ 10 വിഭാഗം. ഈ 10 വിഭാഗമല്ലാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് പറയും എന്നാണ്. അവ ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രി, അതിന് വലിയ പുണ്യമുണ്ട്. അതിനെ ഹയാത്താക്കുക എന്നതിന് വലിയ മഹത്വമുണ്ട് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയവുമായി 4 ക്ലിപ്പായതുകൊണ്ട് ചുരുക്കുകയാണ്, ഇതോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരാളെ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയാത്ത് 3 സൈസ് ഉണ്ട് എന്നാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഹയാത്താക്കുന്നതിന് 3 സൈസ് ഉണ്ട് എന്ന് കിതാബിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് ഉല്യ, ഏറ്റവും മേലെയായത്, അത് രാത്രി മുഴുവനും നമസ്കരിക്കല. 2ാമത്തത് ഉസ്ത, മധ്യമായത്, അത് അദ്കാറുകളെ കൊണ്ട് ആ രാത്രിയുടെ ഒരു മുഖ്യ ഭാഗങ്ങളും ലിക്റുകളിലായിട്ട് ചിലവഴിക്കല. ഉസ്ത, അതിന് ദുന്യ ഏറ്റവും താഴ്ന്നത്, അത് ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയിൽ ഇശാക്കും സുബൈക്കും ഒക്കെ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹ്യാ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരാളെ യാത്താക്കിയാൽ ഫഅകുന്നരിയാൻ അദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ കടത്തുക എന്നത് എന്റെ കടമയാണ്. വലൗ ഇബാദത്തു 70 സന, അവനിക്ക് 70 വർഷം 70,000 വർഷത്തെ ഇബാദത്ത് അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അത് ഏത് രാത്രിയാണെന്നതില് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിതാബിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി ഫി അയ്യി ലൈലത്തിൻ കാന ലൈലത്തുൽ ഖദ്രി, ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റമളാൻ 27 രാത്രിയാണ് എന്നാണ്. എന്നാൽ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ 21 രാത്രി ആണ് എന്നാണ് മറുപടി പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 23 എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ 25 എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 29 എന്നാണ്. അപ്പോ
ഒറ്റപ്പെട്ട ഒരു രാത്രി ആയിരിക്കും എന്നാണ്. പല രീതിയിൽ മറുപടി പറഞ്ഞതിന്റെ കാരണം അത് വർഷങ്ങളാൽ മാറി മാറി വരുന്നു എന്നതിന്റെ മേൽ അറിയിക്കുന്നു. ഇനി ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നുസ്ഹത്ത് എന്ന് പറയുന്ന കിതാബിലൊക്കെ കാണാം, ലൈലത്തുൽ ഖദ്ർ എന്നത് 9 അർഫുകളാണ്. ഈ ക്ലിപ്പ് ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു ഭാഗം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഇത് 4ാമത്തെ ഭാഗമാണ്. ഇതിന്റെ ഒരു 5ാമത്തെ ഭാഗം കൂടി ഉണ്ടായിരിക്കും. നുസ്ഹത്തുൽ മജാലിസ് എന്ന് പറയുന്ന കിതാബിലൊക്കെ കാണാൻ സാധിക്കും. ലൈലത്തുൽ ഖദ്ർ വേറെ കിതാബുകളിലും അത് കണ്ടിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ 9 അക്ഷരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്തിലെ ഈ വാക്ക് 3 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഫതുറബു സലാസുൻ ഫീ തിസ്ഇൻ. അപ്പൊ 3 കൊണ്ട് തിസ്ഇൽ ലർബ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനെ ഗുണിക്കുക. 3 9 27 എന്ന് പറയുമ്പോ 27 കിട്ടും. അപ്പൊ 27-നാണ് ലൈലത്തുൽ ഖദ്ർ എന്നതിന്റെ മേൽ ഇത് അറിയിക്കുന്നുണ്ട്. ഈ അഭിപ്രായമാണ് ഉമ്മാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ ഉമ്മാനപ്പെട്ട സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 5ാമത്തെ ഭാഗം അടുത്തു തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എന്ന് പ്രത്യേകമായി ഉണർത്തി നിർത്തുകയാണ്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ ചാനലിൽ അംഗങ്ങളായ മുഴുവൻ ആളുകൾക്കും ലൈലത്തുൽ ഖദ്റിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരകമായ കാൻസർ പോലത്തെ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.